പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഡിസിപ്ലിനിലെ റീസൺ ഫോർ ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ സയൻസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സയൻസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? സയൻസ് കൊണ്ട് എന്താണ് നേട്ടം? സയൻസ് വഴി നമുക്ക് ലഭിക്കുന്നത് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്, സയൻറ്റിഫിക് ടെമ്പർ, ക്രിട്ടിക്കൽ തിങ്കിങ്, ടെക്നിക്കൽ സ്കിൽസ്, പ്രോസസ് സ്കിൽസ്, ഇവയൊക്കെയാണ് നമ്മൾ സയൻസ് പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. ആക്ച്വലി ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം. അതായത് ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഒരു സ്പെസിഫിക് സ്റ്റിമുലിക്ക് ലഭിക്കുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള റെസ്പോൺസ്. അതായത് ഓരോ വ്യക്തിയിലും ഉണ്ടാവുന്ന മനോഭാവമാണ്. മനോഭാവത്തിനെ പറയുന്നതാണ്, ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഈസ് എ സൈക്കോളജിക്കൽ കോൺസ്റ്റിറ്റ്വൻറ്റ് ഇൻഫോർഡ് ഫ്രം എ ഒബ്സർവബിൾ റെസ്പോൺസസ് ടു സ്പെസിഫിക് സ്റ്റിമുലി. ഒരു സ്പെസിഫിക് സ്റ്റിമുലിക്ക് ലഭിക്കുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ്. ഇനി സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. Scientific attitude can be open-mindedness, a desire for accurate knowledge, confidence in procedure for seeking knowledge, and expectation that the solution of the problem will come through the use of verified knowledge. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മനോഭാവം. ഇതെന്താണ്? ആദ്യം തന്നെ ഇതിനെ വേണമെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡ്നെസ് എന്ന് തന്നെ പറയാം. ഇതിലൂടെ ലഭിക്കുന്നത് ആണ് ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിലൂടെ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഓപ്പൺ മൈൻഡ്നെസ്. അതുപോലെ തന്നെ ഒരു നോളേജിനോടുള്ള നല്ല സിൻസിയറായിട്ടൊരു ഡിസയർ, നല്ലൊരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു എക്സ്പെക്റ്റേഷൻ, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒന്നാണ് എന്ത്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് പറയാം. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഒത്തുചേർന്നതിനെ ഇതെല്ലാം അടങ്ങിയതാണ് എന്ത്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ they constantly curious and continually seeking knowledge by inquiring. എപ്പോഴും എന്താണ്? പുതിയത് കണ്ടെത്താനുള്ള ഒരു ത്വര, ഒരു ക്യൂരിയോസിറ്റി, അതാണ് ആക്ച്വലി എന്ത്? ഈ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. മെയിനായിട്ട് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വരുന്നത് ഓപ്പൺ മൈൻഡ്നെസ് തന്നെയാണ്. ഓപ്പൺ മൈൻഡ്നെസ്, ക്യൂരിയോസിറ്റി, അതുപോലെ തന്നെ ഫ്രീ ഫ്രം സൂപ്പർസ്റ്റിഷ്യൻസ്, അതായത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡ്. ഒബ്ജക്റ്റിവിറ്റി, ഒരിക്കലും സബ്ജക്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവാണ്. ക്രിട്ടിക്കൽ മൈൻഡ്നെസ്, മെത്തേഡിക്കൽ വേ ഓഫ് സോൾവിങ് പ്രോബ്ലംസ്, എന്ത് കാര്യവും സോൾവ് ചെയ്യാൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ടുള്ളൊരു വേ. ഇതൊക്കെയാണ് ഈ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് നോക്കാം. നല്ല വൈഡ് ആയിട്ടുള്ള റീഡിംഗ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. നല്ലൊരു വൈഡ് റീഡിംഗ് വേണം. ഒരുപാട് എന്താ പറയുക, സയൻറ്റിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ്, ആർട്ടിക്കിൾസ്, പീരിയോഡിക്സ്, എക്സ്ട്രാ ബുക്സ് നമ്മൾ പഠിക്കുന്നതിൽ നിന്നും ഉപരിയായി ഇതൊക്കെ വായിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, അതുപോലെ തന്നെ സ്റ്റഡി ഓൺ സൂപ്പർസ്റ്റിഷ്യൻസ്. എന്തുകൊണ്ടാണ് ഈ വിശ്വാസങ്ങൾ വരുന്നത്? അതിനെ നന്നായി പഠിച്ചുകൊണ്ട് അതിനൊരു സർവേ നടത്തി അതിനൊരു കൺക്ലൂഷൻ എത്തുക. അതാണ് സ്റ്റഡി ഓൺ സൂപ്പർസ്റ്റിഷ്യൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാക്ടിക്കൽസ്, ഒരുപാട് പ്രാക്ടിക്കൽസ്, അത് ലബോറട്ടറി പ്രോപ്പർ യൂസ്, ലബോറട്ടറിയുടെ പ്രോപ്പർ യൂസ് തന്നെ ഈ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അത് സ്കൂളിൽ നടക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ നടക്കുന്ന ക്ലബ് ആക്ടിവിറ്റീസായ സയൻസ് ക്ലബ്ബ്, എക്കോ ക്ലബ്ബ്, ഫോറസ്റ്റ് ക്ലബ്ബ്, അതുപോലെ തന്നെ എക്സ്കേർഷൻ, പിന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോബീസ്, സയൻസ് ഫെയേഴ്സ്, മ്യൂസിയം ടെക്നിക്സ്, അതുപോലെ മെയിൻറ്റെയിനിങ് ഗാർഡനിങ്,
ലൈവ് കോർണേഴ്സ്, ഇത് മുഴുവൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസാണ്. ഇത് മുഴുവൻ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ. നല്ലൊരു ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. എപ്പോഴും ഫ്രീ ആയിട്ടുള്ള എക്സ്പ്രഷനുള്ള അവസരം നമ്മൾ നൽകണം. നല്ലൊരു ഇൻറ്റേർണൽ സെറ്റിംഗ് കൊടുക്കണം കുട്ടികൾക്ക്. അതുപോലെ തന്നെ കുട്ടികളുടെ വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. അത് തന്നെയാണ് ഈ ചൈൽഡ് സെൻറ്റേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവരുടെ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻസിനെ എൻകറേജ് ചെയ്യണം. ഇതുവഴി നല്ലൊരു ക്ലാസ് റൂം, ഇതൊക്കെ അടങ്ങിയതാണ് നല്ലൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് നൽകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? കുട്ടിയിൽ സയൻറ്റിഫിക് നോളജ് ക്രിയേറ്റ് ആവും. നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഓഫ് ടീച്ചർ. ഒരു ടീച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം? കുട്ടീനെ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെയുള്ള മറ്റ് ആറ്റിറ്റ്യൂഡുകൾക്കും എല്ലാത്തിനും എന്ത് വേണം? അവനെ നല്ലൊരു സ്പിരിറ്റ് അവനിലെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതുവഴി കുട്ടിയിൽ നമുക്ക് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് നോക്കാം. രണ്ടാമത്തെ എലമെൻ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്ലൈഡിലുള്ള എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നതിലെ രണ്ടാമത്തെ പോയിൻ്റാണ് സയൻറ്റിഫിക് ടെമ്പർ. അപ്പോൾ എന്താണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് which calls for particular outlook and pattern of behavior through logical thinking, discussion, argument, analysis to avoid bias and preconceived notions. ഇത് മനസ്സിൻ്റെ ഒരു എന്താ പറയുക, മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. നല്ലൊരു ഔട്ട്ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുട്ടിക്ക് നല്ലൊരു എന്താ പറയുക ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാപ്തനാക്കാൻ പറ്റാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണിത്. ആക്ച്വലി ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. കുട്ടിയിലെ ഈ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവനിലെ ലോജിക്കൽ തിങ്കിങ്ങും ഒരുപാട് ഡിസ്കഷനുകളിലൂടെയും ആർഗ്യുമെൻറ്റുകളിലൂടെയും അനാലിസിസുകളിലൂടെയും എന്തിനെക്കുറിച്ചുള്ള ആർഗ്യുമെൻറ്റും അനാലിസിസാണ് നടത്തേണ്ടത്. നമ്മൾ എന്താണോ മുൻകൂട്ടി ധരിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും മേ ബി ഉണ്ടായിരിക്കാം. അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് ലോജിക്കലായിട്ട് നടക്കുന്നത്, എന്താണ് കറക്റ്റ് എന്ന് ഈ പറഞ്ഞ പ്രക്രിയകളിലൂടെ മനസ്സിലാക്കി ഒരു ഔട്ട്ലുക്ക് അവനിൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു പാറ്റേൺ ഓഫ് ബിഹേവിയർ അവനിൽ ക്രിയേറ്റ് ചെയ്യുക. അതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ടെമ്പർ ഓഫ് ഫ്രീ മാൻ. ഇത് മനുഷ്യനെ ഫ്രീ ആക്കുകയാണ്, ഒന്നിലും ഒതുങ്ങി നിൽക്കാൻ അവനെ, അതായത് ഇതാണ് ശരി എന്ന് ഒരിക്കലും പറഞ്ഞു നിൽക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ അവനിൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. It is against any unexamined belief and traditional way of thinking and action. ഇത് ഒരിക്കലും അൺഎക്സാമിൻഡ് ചെയ്യാത്ത എന്ത് ബിലീഫാണെങ്കിലും ട്രഡീഷണൽ വേ ആണെങ്കിലും ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ് ആണെങ്കിലും എന്ത് ആക്ഷൻ ആണെങ്കിലും അതിന് അപ്പാടെ എഗെയിൻസ്റ്റ് ആണ്. ഇത് പക്ക എന്താണ് സയൻറ്റിഫിക് ആണ്. എന്ത് കാര്യവും സയൻറ്റിഫിക്കിലൂടെ തെളിയിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് റെസ്പെക്റ്റ് ഫോർ എവിഡൻസ്. നമ്മൾ എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഓപ്പൺ മൈൻഡ്നെസ്, ട്രൂത്ത്ഫുൾനെസ്, ക്രിട്ടിക്കൽ ആൻഡ് ലോജിക്കൽ തിങ്കിങ്, ക്യൂരിയോസിറ്റി, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സയൻറ്റിഫിക് ടെമ്പർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ക്വാളിറ്റീസൊക്കെ ആക്ച്വലി നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് കുട്ടികളെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ റെസ്പോണ്ടിലും അവരെ ഓരോ സിറ്റുവേഷൻ ആണെങ്കിലും ഇവൻറ്റ്സ് ആണെങ്കിലും അത് മാനേജ് ചെയ്യുന്നതിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക്, ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് റെസ്പെക്ട് ഫോർ എവിഡൻസ്, ഓപ്പൺ മൈൻഡ്നെസ്, ട്രൂത്ത്ഫുൾനെസ്, ക്രിട്ടിക്കൽ ആൻഡ് ലോജിക്കൽ തിങ്കിങ്, ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റി,
leads to inculcation of scientific temper. Then these qualities affect the willingness of pupils to take part of the activities respond to person. ഒരു വ്യക്തിയോടാണെങ്കിലും ഒരു ഒബ്ജക്റ്റിനോടാണെങ്കിലും ഒരു സിറ്റുവേഷനോടാണെങ്കിലും ഒരു റാഷണൽ മാനറിൽ അവന് ബിഹേവ് ചെയ്യാൻ സാധിക്കും. റെസ്പോണ്ട് ടു പേഴ്സൺ, ഒബ്ജക്ട്സ്, സിറ്റുവേഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഇൻ റാഷണൽ മാനർ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പോയിൻ്റാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ക്രിട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഫോർ ജഡ്ജിങ് ഓർ ജഡ്ജ്മെൻറ്റ്, വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ്, അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Actually, it is a process of assessing arguments and making judgment on the basis of highly supported evidence. നല്ല highly supported ആയിട്ടുള്ളൊരു എവിഡൻസിൻ്റെ ബലത്തോടു കൂടി എന്ത് കാര്യത്തിനെയും നമ്മൾ ജഡ്ജ് ചെയ്യുക, എന്ത് ബയാസിനെയും ജഡ്ജ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ബാരി കെ ബയോ പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ക്രിട്ടിക്കൽ തിങ്കിങ് മീൻസ് മേക്കിംഗ് ക്ലിയർ റീസണൽ ജഡ്ജ്മെൻറ്റ്. അതായത് ഇത് ക്ലിയർ ആക്കുകയാണ്, എന്ത് കാര്യത്തിനെയും ക്ലിയർ ആക്കുകയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൂടെ ഒരു ക്ലിയർനെസ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കൂടിയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ideas should be reasoned, well thought out and judged. ഇതുവഴി എന്താണ്, നല്ലൊരു റീസൺഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുന്നു, നല്ലൊരു തോട്ട് ഉണ്ടാവുന്നു, നല്ലൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി എന്തൊക്കെയാണ് തിങ്കിങ് സ്കിൽസ്, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒബ്സർവേഷൻ, ഇൻ്റർപ്രറ്റേഷൻ, അനാലിസിസ്, ഇൻഫറൻസ്, ഇവാലുവേഷൻ, എക്സ്പ്ലനേഷൻ, മെറ്റാകോഗ്നിഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ക്രിട്ടിക്കൽ തിങ്സ് ആയിട്ട്, ക്രിട്ടിക്കൽ സ്കിൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒബ്സർവേഷൻ, ഇൻ്റർപ്രറ്റേഷൻ, അനാലിസിസ്, ഇൻഫറൻസ്, ഇവാലുവേഷൻ, എക്സ്പ്ലനേഷൻ, ദെൻ മെറ്റാകോഗ്നിഷൻ. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. അതുപോലെ തന്നെ പല പലർക്കും പല ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കാം. അതിൽ നിന്നൊന്നും ഫാക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ്, സെപ്പറേറ്റിംഗ് ഫാക്ട്സ് ഫ്രം ഒപ്പീനിയൻ. ദെൻ യൂസിങ് ലോജിക്കൽ ഇൻഫ്ലുവൻസ് പ്രോസസ്സസ്, അതായത് ലോജിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ഓഫ് ഇൻഹെറിൻറ്റ് ബയാസിസ് ആൻഡ് അസംഷൻ. എന്ത് ഇൻഹെറൻ്റ് ആയിട്ടുള്ള ബയാസിസ് ആണെങ്കിലും അസംഷൻസ് ആണെങ്കിലും അതിനെ മുഴുവൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇതെങ്ങനെ ഒരു വ്യക്തിക്ക് പൊസസ് ചെയ്യാം, അതെങ്ങനെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഇതൊരു പൊസസ്സായിട്ടുള്ള വ്യക്തി എങ്ങനെയായിരിക്കും. A person who possesses critical thinking skills will be to understand the logical connection between ideas. ഓരോ ഐഡിയാസിൻ്റെയും ആ ഒരു ലോജിക്കൽ കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. ഐഡൻറ്റിഫൈ, കൺസ്ട്രക്റ്റ് ആൻഡ് ഇവാലുവേറ്റ് ആർഗ്യുമെൻറ്റ്സ്. നമുക്ക് ഒരു ആർഗ്യുമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, നന്നായി കൺസ്ട്രക്റ്റ് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. ദെൻ സോൾവ് പ്രോബ്ലം സിസ്റ്റമാറ്റിക്കലി ഒരു പ്രോബ്ലത്തിന് എന്താ പറയുക, ആ ഒരു പ്രോബ്ലത്തിനെ സിസ്റ്റമാറ്റിക്കലി തന്നെ അനലൈസ് ചെയ്യാനും സോൾവ് ചെയ്യാനും സാധിക്കും. ഐഡൻറ്റിഫൈ റെലവൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഐഡിയാസ്. എന്ത് ഐഡിയേനെയും അതിൻ്റെ റെലവൻസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു വ്യക്തിക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് പൊസസ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്
ദ ഫോളോയിങ് ആക്ഷൻ ടു ബി ടേക്കൺ. അതിനെന്തൊക്കെ വേണം? ഫോക്കസിങ് ഓൺ റെലവൻറ്റ് സയൻറ്റിഫിക് ഫാക്ട്സ്. സയൻറ്റിഫിക് ഫാക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ ആസ്കിങ് ഓപ്പൺ മൈൻഡഡ് ക്വസ്റ്റ്യൻ, വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം. ഐഡൻറ്റിഫൈ ദ ആസ്പെക്ട് ദാറ്റ് ആർ ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ദ വേ അഡോപ്റ്റ്. എപ്പോഴും നമ്മൾ ഫോർ മാത്രമല്ല, എഗെയിൻസ്റ്റും നമ്മൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ, ഒരു വ്യക്തിയിൽ ഈ ഒരു കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് സ്കില്ലാണ് ടെക്നിക്കൽ സ്കിൽസ്. ടെക്നിക്കൽ സ്കിൽ എന്താണെന്ന് നോക്കാം. ടെക്നിക്കൽ സ്കിൽ മീൻസ് എ നോളേജ് ഓർ ടാലൻറ്റ് ടു പെർഫോം സയൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓർ ടാസ്ക്. It is an individual's ability to complete a task related to a specific science or technology. ഇതൊരു വ്യക്തിയുടെ എബിലിറ്റിയാണ്. ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു സ്പെസിഫിക് സയൻസോ ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റിയാണ് ഒരു ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റി. അതുപോലെ തന്നെ ഇതൊരു നോളേജ്, ഒരു ടാലൻറ്റ് പെർഫോമൻസ് ആണ്. ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ടാസ്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ എഫേർട്ട് അല്ലെങ്കിൽ എബിലിറ്റി, അതാണ് ഈ ഒരു ടെക്നിക്കൽ സ്കിൽ. എങ്ങനെ അവൻ അത് ചെയ്യുന്നു, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു എക്സ്പോഷർ ടു സയൻറ്റിഫിക് നോളേജ് ലീഡ് ടു എക്വിസിഷൻ ഓഫ് ഫോളോയിങ് സ്കിൽ. ഇനി എങ്ങനെയാണ്, എന്തൊക്കെ എക്സ്പോഷറിലൂടെയാണ് നമുക്ക് ഈ സയൻറ്റിഫിക് നോളേജ്, ഇതെങ്ങനെയാണ് നമുക്ക് എക്വിസിഷൻ ചെയ്യാൻ സാധിക്കുന്നത്, അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇത് ആർജിച്ചെടുക്കാം. അല്ല, ഫസ്റ്റ് വണ്ണാണ് എക്സ്പെരിമെൻ്റൽ ഓർ മാനിപ്പുലേറ്റീവ് സ്കിൽ. എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സ്കില്ല് ഇതുവഴി നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഡ്രോയിങ് സ്കിൽസ്, ഒബ്സർവേഷൻ, മാത്തമാറ്റിക്കൽ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെയാണ് ഒരു ടെക്നിക്കലായിട്ട് നമുക്ക് വരാവുന്ന കുറച്ച് സ്കിൽസ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഓർ മാനിപ്പുലേറ്റീവ് സ്കിൽസ്, ഡ്രോയിങ് സ്കിൽസ്, ഒബ്സർവേഷൻ, മാത്തമാറ്റിക്കൽ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ്, ഇതുവഴി നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്. ഒരു ടെക്നിക്കൽ മോഡിലുള്ള സയൻറ്റിഫിക് മെത്തേഡിനെ ഒരു 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് ഡാറ്റ, ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, കോൺസെപ്റ്റ് ഓഫ് സാമ്പിളിംഗ്, കൺട്രോളിംഗ് വാരിയബിൾസ്, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഡാറ്റ. ഇതൊക്കെയാണ് അത്. ഇനി അതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ളത് നമുക്ക് നോക്കാം. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ തന്നെ ഇത് വളരെ ഏതൊരു ഇൻവെസ്റ്റിഗേഷൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ഇതിലൂടെയാണ് ഒരു പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ഒരു ഫാക്റ്റിനെ റിലേറ്റ് ചെയ്യുന്ന വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്. എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഫാക്ട്സ് ആണെങ്കിലും ഒബ്സർവ് ചെയ്യാതെ, അത് ഡയറക്റ്റ്ലി ആണെങ്കിലും ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും ഒബ്സർവേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ലഭിക്കില്ല, ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു സമ്മപ്പ് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഒബ്സർവേഷൻ വളരെ എസെൻഷ്യലാണ്. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പെരിമെൻറ്റേഷൻ. അതായത് നല്ലൊരു ഔട്ട്കം കിട്ടാൻ, അതായത് അതിനൊരു ഫൈനലായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം, എക്സ്പെരിമെൻറ്റേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ് വരുന്നതാണ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെന്താ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് യൂണിറ്റ്സ് ഫ്രം പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ ഒരു യൂണിറ്റ്, അതായത് ഒരു ഡാറ്റയിൽ നിന്ന് സാമ്പിളിംഗ്, അതിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, വളരെ ഫെയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്നത്. അപ്പോൾ
എന്ത് വേണം, ഒരു യൂണിറ്റ് എന്തായാലും നമ്മൾ ചൂസൺ ചെയ്യണം. അപ്പോൾ സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പിന്നെ വരുന്ന 2 എലമെൻ്റാണ് കൺട്രോളിംഗ് വാരിയബിൾസും അതുപോലെ തന്നെ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഡാറ്റയും. ഈ കൺട്രോളിംഗ് വാരിയബിൾസിൽ മെയിനായിട്ട് പറയുന്നത് സയൻസ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലെയിനിങ് ആണ്, ഒരു ഫൈൻഡിങ് ആണ്. അപ്പോൾ ആ ഒരു തരത്തിൽ വാരിയബിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുവഴിയാണ്, അതായത് ഇൻ അതർ വേർഡ്സ് one has to control all other variables than the factors which is hypothesis to cause the event which might have an influence on event being studied. നമുക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത്, വാരിയബിൾസിൻ്റെ കൺട്രോളിങ് ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുവഴിയാണ് നമുക്ക് പിന്നെ എന്താണ് റെക്കോർഡിങ്ങും അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങും കൺക്ലൂഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. നെക്സ്റ്റ് സ്കില്ലാണ് പ്രോസസ് സ്കില്ല്. ഈ പ്രോസസ് സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രോസസ് സ്കില്ല് ഏകദേശം ഒരു 13 പ്രോസസ് സ്കില്ലുകളാണ് ഉള്ളത്. യുനെസ്കോ അപ്രൂവ് ചെയ്തിട്ടുള്ള 13 പ്രോസസ് സ്കില്ലുകളാണുള്ളത്. അതിലെ ആദ്യത്തെ 8 എണ്ണത്തിന് ബേസിക് പ്രോസസ് സ്കിൽ എന്ന് പറയുന്നു. ബാക്കിയുള്ള 5 എണ്ണത്തിന് ഇൻ്റഗ്രേറ്റഡ് പ്രോസസ് സ്കില്ല് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് എന്താണ് സ്കില്ലുകൾ എന്ന് നോക്കാം. അല്ല, ഫസ്റ്റ് സ്കില്ലാണ് ഒബ്സർവിങ്. ഒബ്സർവേഷനാണ്, അതായത് ഒബ്സർവേഷൻ ഇല്ലാതെ ആ ഒരു മെത്തേഡ് ഇല്ലാതെ സയൻസ് എന്താ പറയുക റെലവൻ്റ് ആവില്ല. അപ്പോൾ ഒരു സയൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് എന്ത്, ഒബ്സർവേഷൻ. ദെൻ ക്ലാസിഫൈങ്. ക്ലാസിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് റെക്കഗ്നൈസ് ചെയ്യുക, ഒരുപാട് പ്രോപ്പർട്ടീസിനെ റെക്കഗ്നൈസ് ചെയ്യുക, ഫിനോമിനാസിനെയും ഗ്രൂപ്പിംഗ്, ഇതൊക്കെയാണ് ക്ലാസിഫൈങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മെഷറിങ്. മെഷർ എന്ന് പറയുമ്പോൾ ഇതെന്താണ് അർത്ഥമാക്കുന്നത്, ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, ഏരിയ, വോളിയം, ടൈം, വെയ്റ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് മെഷർമെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കമ്മ്യൂണിക്കേറ്റിംഗ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ, ഒരു കമ്മ്യൂണിക്കേഷൻ ഓറലും ആയിരിക്കാം അല്ലെങ്കിൽ റിട്ടണും ആയിരിക്കാം, ഇതില്ലെങ്കിൽ എന്താണ് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് വേ ഉണ്ടാവില്ല. ദെൻ യൂസിങ് നമ്പർ റിലേഷൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു ഇലസ്ട്രേറ്റ് ദ അവൈലബിൾ ഡാറ്റ യൂസിങ് മാത്തമാറ്റിക്കൽ ലാംഗ്വേജ്. അതായത് പ്ലെയിൻ നമ്പറാണ്, മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ്, ഡിസിഷൻ, അതൊക്കെയാണ് ഇതിലുണ്ടാവുക. റേഷ്യോ ഒക്കെ നമ്മൾ എഴുതില്ലേ, അതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, നമ്പർ റിലേഷൻസ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ യൂസിങ് സ്പേസ് ടൈം റിലേഷൻഷിപ്പ്. ഇത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു എബിലിറ്റി ടു ഫൈൻഡ് ഔട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൈസ്, ഷേപ്പ്, ഡിസ്റ്റൻസ്, മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ സ്പീഡ്, ഡയറക്ഷൻ, ഇതിനൊക്കെ എന്ത് വേണം, സ്പേസ് ടൈം റിലേഷൻഷിപ്പ് ആവശ്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്ത് വേണം, നല്ലൊരു സ്പേസ് വേണം. ഫസ്റ്റ് വൺ എന്ത് വേണം, ദ സ്പേസ് റിക്വയർഡ് ഫോർ ഈച്ച് പ്ലാന്റ് ടു ഗ്രോ. ഓരോ ചെടിക്കും വളരാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാന്റ്സ്, ഓരോ പ്ലാന്റ്സ് തമ്മിലും ഡിസ്റ്റൻസ് വേണം. ദെൻ സെലക്ടിങ് വെജിറ്റബിൾ സീഡ് സ്യൂട്ടബിൾ ടു ക്ലൈമറ്റ്, ഒരു ക്ലൈമറ്റിന് അനുസരിച്ചത് നമ്മൾ എടുക്കണം. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു യൂസിങ് ടൈം സ്പേസ് ടൈം റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഇൻഫറിങ്. ഇറ്റ് മീൻസ് എബിലിറ്റി ടു ഡ്രോയിങ് കൺക്ലൂഷൻ ബൈ അനലൈസിങ് ദ ഡാറ്റ പ്രോപ്പർലി. ഒരു കൺക്ലൂഷനാണത്, ഒരു സമ്മപ്പാണ്. അതായത് ഡാറ്റ നന്നായി അനലൈസ് ചെയ്തുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റിംഗ് അല്ലെങ്കിൽ മേക്കിംഗ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ഡെഫിനിഷൻ ബൈ ഡിസ്ക്രൈബിങ് വാട്ട് ഈസ് ഡൺ ആൻഡ് ഒബ്സർവ്ഡ്. എന്താണോ നമ്മൾ ചെയ്തത്, എന്താണോ നമ്മൾ ഒബ്സർവ് ചെയ്തത്, അതിൽ നിന്നും ഒരു ഡെഫിനിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഓപ്പറേറ്റിംഗ്
മേക്കിംഗ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ് ആണ്. ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് ക്യാൻ ബി റെഫേർഡ് ആസ് എ ടെമ്പററി ഇൻ്റലക്ച്വൽ ഓർ ടെൻറ്റേറ്റീവ് സൊല്യൂഷൻ ഫോർ പ്രോബ്ലം. നമ്മൾ വിചാരിക്കുകയാണ് ഇന്നതായിരിക്കാം ഇതിനുള്ള സൊല്യൂഷൻ. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷന് വളരെയധികം യൂസ്ഫുള്ളാണ്, അത് എസെൻഷ്യലാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർപ്രറ്റിംഗ്. ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഡാറ്റ അതിനെ അനലൈസ് ചെയ്യുക, സിന്തസൈസ് ചെയ്യുക, അതുവഴി എന്താണ് നല്ലൊരു കൺസ്ട്രക്ഷനിലേക്ക് എത്തുകയാണ് നമ്മുടെ പ്രഡിക്ഷൻ ആണെങ്കിലും ഹൈപ്പോത്തിസിസ് ആണെങ്കിലും അതിൽ നിന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് എത്തുകയാണ്, ഒരു സമ്മപ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കൺട്രോളിംഗ് വാരിയബിൾസ് ആണ്. It means it refers to identifying and managing all the factors that may influence the situation. ഈ ഒരു സിറ്റുവേഷനെ അഫക്റ്റ് ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ഓരോ എലമെൻറ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യാണ് കൺട്രോളിംഗ് വാരിയബിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് എക്സ്പെരിമെൻറ്റിംഗ്. എക്സ്പെരിമെൻറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗാദറിംഗ് ഡാറ്റ ഫോർ പർപ്പസ് ഓഫ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഗാദറിംഗ് ഡാറ്റ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്, ഒരു പ്രോസസ്സാണത്. ഇറ്റ് ഈസ് എ ഇൻ്റഗ്രേറ്റഡ് ഫോം ഓഫ് പ്രോസസ് സ്കിൽസ് വിച്ച് ഇൻക്ലൂഡ്സ്. ഈ ഒരു ഇതിൽ വരുന്ന കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കണ്ടു. അതിൽ വരുന്ന സ്കിൽസ് എന്ന് പറയുന്നത് ഒബ്സർവിങ്, മെഷറിങ്, കൺട്രോളിങ് വാരിയബിൾസ്, ഇൻ്റർപ്രറ്റിംഗ് ഡാറ്റ, ഇതൊക്കെ അടങ്ങിച്ചേർന്നതാണ്. ദ സ്കിൽസ് ആർ ടു ബി ഡെവലപ്ഡ് ബൈ ഡൂയിങ് എക്സ്പെരിമെൻറ്റ്. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ ലാസ്റ്റ് ഇലമെൻ്റായ എക്സ്പെരിമെൻറ്റിങ് നടക്കണം. അപ്പോൾ ഇതാണ് പ്രോസസ് സ്കിൽ എന്ന് പറയുന്നത്. ഇതൊക്കെ സയൻസ് പഠിക്കുന്നത് വഴി നമ്മളിൽ ഉണ്ടാവുന്ന ഘടകങ്ങളാണ്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഓരോ കാര്യങ്ങളും നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡാണെങ്കിലും സയൻറ്റിഫിക് ടെമ്പർ ആണെങ്കിലും പ്രോസസ് സ്കില്ലാണെങ്കിലും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ലാണെങ്കിലും ഇതുവഴി ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലാണെങ്കിലും ഇതൊക്കെ വഴി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാണ്.